സബ് അക്കാഡമിയുടെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ടിലെ സെക്ഷൻ 6 പ്രതിപാദിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ചെക്കിനെ കുറിച്ചാണ്. ചെക്ക് നമ്മൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ടില് ബിൽ ഓഫ് എക്സ്ചേഞ്ചും പ്രോമിസറി നോട്ടും പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ചെക്കാണ്. ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ചും പ്രോമിസറി നോട്ടും എന്ന് പറയുന്ന ആ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റിനേക്കാൾ ഉപരി നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആണ് ചെക്ക് എന്ന് പറയുന്നത്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് സെക്ഷൻ 6 ചെക്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ചെക്ക് എ ചെക്ക് ഓർ ചെക്ക് ഈസ് എ റിട്ടൺ ആൻഡ് സൈൻഡ് ഡോക്യുമെന്റ് ദാറ്റ് ഇൻസ്ട്രക്ട്സ് എ ബാങ്ക് ടു പേ എ സ്പെസിഫിക് എമൗണ്ട് ഓഫ് മണി ടു എ നെയ്മഡ് റെസിപ്പന്റ് ഓർ ദി ബെയറർ. Checks are used for a variety of transactions, including withdrawing cash, പേയിങ് ബിൽസ് ആൻഡ് ട്രാൻസ്ഫറിങ് ഫണ്ട്സ്. ചെക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ട് സ്പെല്ലിങ്ങുകളുണ്ട്, CHEQUEയും CHECKയും. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രിട്ടീഷ് ഇംഗ്ലീഷിലാണെങ്കിൽ CHEQUEയും CHECK എന്നാണ് അമേരിക്കൻ ഇംഗ്ലീഷിലും പറയുന്നത്. ഇന്ത്യയില് ചെക്കിന്റെ സ്പെല്ലിംഗ് എന്ന് പറയുന്നത് CHEQUE ആണ്. അപ്പൊ ഈ ചെക്ക് എന്ന് പറയുന്നത് എന്താണ്? ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആണ്. ചെക്ക് എന്ന് പറയുന്നത് റിട്ടേൺ ആയിട്ടുള്ള സൈൻ ചെയ്തിട്ടുള്ള ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആണ്. അതൊരു ബാങ്കിന് നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്. ബാങ്കിന് ഇത്ര എമൗണ്ട് അല്ലെങ്കിൽ ഇത്ര മണി ഇന്ന ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ആണ് ആ ചെക്ക് പറയുന്നത്. അതെന്തിനൊക്കെയാണ്? ക്യാഷ് വിഡ്രോവലിനോ അല്ലെങ്കിൽ ക്യാഷുകൾ ട്രാൻസാക്ഷൻ നടത്തുന്നതിനോ ബില്ലുകൾ അടയ്ക്കുന്നതിനോ അങ്ങനെ എല്ലാ ഫണ്ടുകൾ ട്രാൻസ്ഫർ ചെയ്യുന്നതിനോ ഇതിനെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആണ് ചെക്ക് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എല്ലാം എഴുതി ചേർക്കപ്പെട്ടിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സുകളാണ്. അതിൽ ചെക്ക് എന്ന് പറയുന്നത് നമ്മൾക്ക് തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്. എന്താണ്? ഒരു ചെക്കില് അതിൽ ഡ്രോയർ അല്ലെങ്കിൽ അതിന്റെ അക്കൗണ്ട് ഹോൾഡർ സൈൻ ചെയ്തിരിക്കണം. അങ്ങനെ സൈൻ ചെയ്തിട്ടുള്ള അക്കൗണ്ട് ഹോൾഡർ സൈൻ ചെയ്തിട്ട് ആർക്കാണോ നമ്മൾ അത് ഓർഡർ ചെയ്യുന്നത്, ആരുടെ പേരിലേക്കാണോ കൊടുക്കുന്നത്, അയാൾക്ക് ആ ക്യാഷ് എടുക്കാൻ പറ്റുന്ന ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആണ്. അതിൽ സെൽഫായിട്ട് കൊടുക്കാൻ പറ്റുന്നതാണ് ഈ ചെക്ക് എന്ന് പറയുന്നത്. Section 6 of Negotiable Instruments, Amendment Act 2002, a check is bill of exchange drawn on a specified banker and not expressed to be payable otherwise than on demand, and it includes the electronic image of a truncated check and a check in the electronic form. അതായത് 1881 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരം സെക്ഷൻ 6 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ടിൽ സെക്ഷൻ 6 ചെക്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതിന്റെ അമെന്റ്മെന്റ് ആക്ട് 2002 പ്രകാരവും ഉള്ള ചെക്കിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ചെക്ക് എന്ന് പറയുന്നത് ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ്. നമ്മൾ സെക്ഷൻ 5 പഠിച്ച ബിൽ ഓഫ് എക്സ്ചേഞ്ച് അല്ല. ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആ ക്യാരക്ടർ ഉള്ള ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ്. അതെങ്ങനെയാണ്? ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ബാങ്കറിൽ നമ്മൾ ക്യാഷ് എടുക്കാൻ പറ്റുന്ന ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് തന്നെയാണ് ചെക്ക് എന്ന് പറയുന്നത്. അത് എങ്ങനെയൊക്കെയാണ് എടുക്കാൻ പറ്റുന്നത്? നമുക്ക് ഡിമാൻഡ് ആവുമ്പോൾ എപ്പോഴാണ് നമുക്ക് ആവശ്യമുള്ളത് ആ സമയത്ത് നമുക്കത് വിഡ്രോ ചെയ്യാൻ പറ്റും. അതിന് ഇലക്ട്രോണിക് ഇമേജുകളും അതെന്താണ് ഇലക്ട്രോണിക് ഇമേജുകൾ ഇലക്ട്രോണിക് ഫോമിലാണ്. ഇപ്പോഴത്തെ ചെക്കുകളൊക്കെ ട്രങ്കേറ്റഡ് ചെക്കുകളാണ്. അതിൽ നമ്മളെ ട്രഡീഷണൽ ടൈപ്പ് ചെക്കുകളും അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഇമേജിലുള്ള ചെക്കുകളും ഈ സെക്ഷൻ 6 പ്രകാരം 2002 അമെന്റ്മെന്റ് പ്രകാരമുള്ള ഡെഫിനിഷനിൽ ഇലക്ട്രോണിക് ഫോമിലുള്ള ചെക്കുകളെ കുറിച്ചും ട്രങ്കേറ്റഡ് ചെക്കുകളെ കുറിച്ചും ഒക്കെ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പൊ എന്താണ്? സെക്ഷൻ 6 ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് അമെന്റ്മെന്റ് ആക്ട് 2002, എ ചെക്ക് ആസ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡ്രോൺ ഓൺ എ സ്പെസിഫൈഡ് ബാങ്കർ ആൻഡ് നോട്ട് എക്സ്പ്രസ്ഡ് ടു ബി payable otherwise than on demand, and it includes the electronic image of a truncated checks and a check in the electronic form. ഡെഫിനിഷൻ നന്നായിട്ട് മനസ്സിലാക്കി തന്നെ പോകുക. ചെക്സ് ക്യാൻ ബി ഇഷ്യൂഡ് അഗെയിൻസ്റ്റ് എ സേവിംഗ് അക്കൗണ്ട് ഓർ എ കറന്റ് അക്കൗണ്ട്. ചെക്ക് എന്ന് പറയുന്നത് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് കറന്റ് അക്കൗണ്ടുകളിലും ചെക്ക് ഉണ്ട്, അതുപോലെ സേവിങ്സ് അക്കൗണ്ടുകളിലും ചെക്കുകളുണ്ട്. എന്നാൽ FD അക്കൗണ്ടിന്, ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ടിന് ചെക്കുകൾ ഇല്ല. Checks are considered negotiable instruments and are covered under the Negotiable Instrument Act 1881. ചെക്ക് ഏതിലാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് 1881 പ്രതിപാദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ് ചെക്കുകൾക്ക് എല്ലാ ചെക്കുകൾക്കും MIS കോഡ് ഉണ്ട്, ചെക്ക് നമ്പറുകളുണ്ട്, IFSC കോഡ് ഉണ്ട്. അതാണ് ചെക്കിന്റെ ഒരു യൂണിക് ആയിട്ടുള്ള ക്യാരക്ടറാണ്. എല്ലാ ചെക്കുകൾക്കും എന്തായിരിക്കും? ചെക്ക് നമ്പർ ഉണ്ടായിരിക്കും,
MA കോഡ് ഉണ്ടായിരിക്കും, IFSC കോഡ് ഉണ്ടായിരിക്കും. അതിപ്പോ SBIയുടെ ചെക്ക് ആയിക്കോട്ടെ, സെൻട്രൽ ബാങ്കിന്റെ ചെക്ക് ആയിക്കോട്ടെ, SIBയുടെ ചെക്ക് ആയിക്കോട്ടെ, CSBയുടെ ചെക്ക് ആയിക്കോട്ടെ, ഇപ്പൊ ഇവൻ കേരള ബാങ്കിന്റെ ചെക്ക് ആയിക്കോട്ടെ, ഏത് ചെക്കിൽ നോക്കിയാലും അതിലൊരു ചെക്ക് നമ്പർ ഉണ്ടായിരിക്കും, MICR കോഡ് ഉണ്ടായിരിക്കും, IFSC കോഡ് ഉണ്ടായിരിക്കും. അതാണ് ട്രങ്കേറ്റഡ് ചെക്കുകൾ എന്ന് പറയുമ്പോൾ. ഇപ്പൊ എന്താണ് നമ്മൾ MICR കോഡും IFSC കോഡും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഫണ്ടുകൾ ട്രാൻസ്ഫറുകളൊക്കെ ചെയ്യുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ വരും. IFSC കോഡ് വേണം ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇങ്ങനത്തെ കേസുകളിലൊക്കെ എന്താണ് എല്ലാ ചെക്കിനും ഉണ്ടാവും ചെക്ക് നമ്പർ, MICR കോഡ്, IFSC കോഡ്. കുറച്ചു കാലം മുമ്പ് വരെ ഈ MICR കോഡും IFSC കോഡും ഒന്നും ചെക്കുകളിൽ ഉണ്ടായിരുന്നില്ല, ചെക്ക് നമ്പർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ജനറേറ്റീവ് AI എക്സ്പെരിമെന്റൽ. എന്താണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റുകളും എക്സ്പെരിമെന്റൽ ആയിട്ടുണ്ട്. ഇപ്പൊ പരീക്ഷണാടിസ്ഥാനത്തിലാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൂടിയിട്ടുള്ള ചെക്കുകൾ വരുന്ന രീതിയിലുള്ള പരീക്ഷണങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ചെക്കിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാന്ന് നോക്കാം. ചെക്ക് എന്ന് പറയുന്ന ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ്. അത് ഒരു സ്പെസിഫൈഡ് ബാങ്കുകളിലാണ് ഡ്രോൺ ചെയ്യുന്നത്. ചെക്കിന്റെ കേസിൽ ഏതൊരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റിന്റെ കേസിൽ എന്ന് പോലെ ഡ്രോയി എന്ന് പറയുന്നത് എപ്പോഴും ഒരു ബാങ്ക് ആയിരിക്കും. ചെക്കിന്റെ കേസിൽ ഡ്രോയി എപ്പോഴും ബാങ്ക് ആയിരിക്കും. ഇറ്റ് ഈസ് ഓൾവേസ് ഡ്രോൺ എ സ്പെസിഫൈഡ് ബാങ്ക്. ഏതെങ്കിലും ഒരു ബാങ്കിന്റെ ചെക്ക് ആയിരിക്കും, ആ ബാങ്ക് തന്നെയായിരിക്കും അതിന്റെ ഡ്രോയി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡിമാൻഡ് ആവുന്ന സമയത്താണ് പേ ചെയ്യുന്നതാണ്. പേബിൾ ഓൺ ഡിമാൻഡ് ആണ്. എപ്പോഴാണ് നമുക്ക് ആവശ്യം വരുന്നത് അപ്പോഴാണ് ചെക്കിന്റെ പൈസ നമ്മൾ കൊടുക്കുന്നത്. ഇതിന് ഇലക്ട്രോണിക് ഇമേജ് ഉണ്ട്. അതാണ് ട്രങ്കേറ്റഡ് ചെക്കുകൾ വെച്ച് ഇലക്ട്രോണിക് ഇമേജുകൾ വെച്ചിട്ടാണ് അതിന്റെ ട്രാൻസാക്ഷൻസുകളൊക്കെ നടക്കുന്നത്. അതായത് ഇലക്ട്രോണിക് ഫോമിലാണ്. അതായത് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ഒരു ചെക്ക് എനിക്ക് കിട്ടി, പക്ഷെ എനിക്ക് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ അക്കൗണ്ട് ഇല്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നത്, എനിക്കുള്ളത് കേരള ബാങ്കിലാണ്. അപ്പൊ ഞാൻ കൊണ്ട് കേരള ബാങ്കിൽ ആ ചെക്ക് സബ്മിറ്റ് ചെയ്ത് കേരള ബാങ്ക് ഇത് ഇതിന് കളക്ഷൻ അയച്ച് അവിടെ നിന്ന് അത് കിട്ടി. അതായത് അതിനു വേണ്ടി പോണം ഒരു എംപ്ലോയി. അതിന് വേണ്ടിയിട്ട് ഇപ്പൊ നമ്മള് കേരളത്തിലാണെങ്കിൽ SBIയുടെ ബ്രാഞ്ചിലേക്ക് പോണം. SBIയുടെ ആ ഒരു ത്തിൽ വേണ്ടി പോയി അവിടെ നിന്നിട്ട് ഇങ്ങനെ എല്ലാരും കൂടി നിന്നിട്ട് ഇത് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ, ഇത് ഇന്ന ബാങ്കിന്റെ എന്ന് പറഞ്ഞ് സോർട്ട് ചെയ്ത് ഈ ഫണ്ട് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് ഈ ഫണ്ട് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് ഇതിന് കുറെ ദിവസങ്ങൾ പിടിക്കുന്ന പ്രോസസ്സാ. ഇപ്പൊ അങ്ങനെയല്ല, ഇലക്ട്രോണിക് ഇമേജുകളാണ്. ഇതിന്റെ നമ്പറുകൾ MICR കോഡ് ഒക്കെ അടിച്ചു വിട്ട് അതിന്റെ സ്കാൻ ചെയ്ത് വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാല് രാവിലെ തന്നെ ഒരു ബാങ്കിൽ ഫസ്റ്റ് തന്നെ ചെയ്യുന്ന ഒരു പണിയാണ്. ഉള്ള കളക്ഷൻ വന്ന ചെക്കുകൾ എടുക്കുക, ഇതിന്റെ എന്താണ് MICR കോഡ് ചെക്ക് നമ്പറും ഏത് ബാങ്കിലെയാണെന്നും കൂടെ ടൈപ്പ് ചെയ്ത് വിട്ട് കഴിഞ്ഞ് ഇതിന്റെ സ്കാൻ ചെയ്ത് അയച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. അത് ഓട്ടോമാറ്റിക് സിസ്റ്റം തന്നെ അതൊക്കെ ചെയ്തോളും. കളക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാൻസ്ഫർ ചെയ്ത് അത് കണ്ടുവരും. നമുക്ക് അധികം സമയം നഷ്ടമില്ല. ഒരു ചെക്ക് കളക്ഷൻ പോയി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമുക്ക് കളക്ഷൻ കഴിഞ്ഞ് കിട്ടണത്. പണ്ടാണെങ്കിൽ 10, 12, 15 ദിവസമൊക്കെ പിടിക്കും ഒരു ചെക്ക് കളക്ഷനുമായിട്ട് വരണമെങ്കിൽ. അപ്പൊ അതാണ് ഇലക്ട്രോണിക് ഇമേജ് കൊണ്ടുള്ള ഗുണം. അപ്പൊ എന്താണ് ഫീച്ചേഴ്സ്? എന്താണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്? ഇറ്റ് ഈസ് ആൾവേസ് ഡ്രോൺ ആൻഡ് സ്പെസിഫൈഡ് ബാങ്ക്. ഇറ്റ് ഈസ് പേയബിൾ ഓൺ ഡിമാൻഡ്. ഇറ്റ് ഇൻക്ലൂഡ് ദ ഇലക്ട്രോണിക് ഇമേജ് ഓഫ് എ ട്രങ്കേറ്റഡ് ചെക്ക് ആൻഡ് ചെക്ക് ഇൻ ദി ഇലക്ട്രോണിക് ഫോം. അതിൽ 3 പാർട്ടീസ് ആണുള്ളത്. അതായത് ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ 3 പാർട്ടിയും പ്രോമിസറി നോട്ടിൽ 2 പാർട്ടി എന്ന് നമ്മൾ പഠിച്ചു. ചെക്കിനെ സംബന്ധിച്ച് 3 പാർട്ടിയാണ്: ഡ്രോയർ, ഡ്രോയി ആൻഡ് പേയി. ഡ്രോയർ, ഡ്രോയി ആൻഡ് പേയി. ഡ്രോയർ എന്ന് പറയുന്ന ആരാണ്? നമുക്ക് ഇപ്പൊ 2 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് പഠിച്ചതിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് ഡ്രോയർ എന്ന് പറയുന്നത് അത് ആരാണ് എഴുതുന്നത് അതാണ് ഡ്രോയർ. വരയ്ക്കുന്ന ആളാണ് ഡ്രോയർ. അങ്ങനെ ചിന്തിച്ചാൽ മതി. അയാൾ തന്നെയാണ് മേക്കറും. അയാളല്ല അത് റെഡിയാക്കുന്ന, അയാൾ തന്നെയാണ് മേക്കറും. അപ്പൊ ചെക്കിന്റെ കേസിൽ ആരാണ് അക്കൗണ്ട് ഹോൾഡർ? അയാളാണ് ഡ്രോയർ എന്ന് പറയുന്നത്. ഹു ഡ്രോസ് ഓർ മേക്സ് ദ ചെക്ക് ഇസ് ദ ഡ്രോയർ. ദ പേഴ്സൺ ഹു റൈറ്റ്സ് ദ ചെക്ക് ഹി മസ്റ്റ് ഹാവ് എൻ അക്കൗണ്ട് വിത്ത് ക്രെഡിറ്റ് ബാലൻസ്. അയാളുടെ അക്കൗണ്ടില് ക്രെഡിറ്റ് ബാലൻസിൽ എമൗണ്ട് ഉണ്ടായാൽ അയാളാണ് അതിന്റെ ഡ്രോയർ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഡ്രോയർ എന്ന് പറയുന്നത്? ഹു ഡ്രോസ് ഓർ മേക്സ് ദ ചെക്ക്, ദ പേഴ്സൺ ഹു റൈറ്റ്സ് ദ ചെക്ക്, ഹി മസ്റ്റ് ഹാവ് എൻ അക്കൗണ്ട് വിത്ത് ക്രെഡിറ്റ് ബാലൻസ്. ഡ്രോയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെക്കിന്റെ കേസിൽ എപ്പോഴും ഡ്രോയി എന്ന് പറഞ്ഞ ബാങ്ക് ആയിരിക്കും. നമ്മൾ ആരാണ് നമുക്ക് പൈസ തരുന്നത് അവരാണ് ഡ്രോയി എന്ന് പറയുന്നത്. ബാങ്കാണ് നമുക്ക് പൈസ തരുന്നത്. ആ ബാങ്ക് പൈസ തരുമ്പോൾ അവരാണ് ഡ്രോയി എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ചെക്ക് എന്ന് പറയുന്ന നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റിന്റെ കേസിൽ ഡ്രോയി എന്ന് പറയുന്നത് എപ്പോഴും ബാങ്ക് ആയിരിക്കും. എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അത് നമ്മൾ മനസ്സിലാക്കി തന്നെ പഠിച്ചു വെക്കുക. എഴുതുന്ന ആളാണ് ഡ്രോയർ. എഴുതുന്ന ആള് അക്കൗണ്ട് ഹോൾഡർ ആയിരിക്കും. എന്റെ ചെക്കേ എനിക്ക് എഴുതാൻ പറ്റുള്ളൂ. എഴുതാം, വെറുതെ എന്താണ് അയൽപ്പക്കത്തൊക്കെ വീട്ടിലെ ചേച്ചിക്ക് എഴുതാൻ അറിയില്ല, അല്ലെങ്കിൽ അത് ചെക്ക് എഴുതാൻ ആൾക്ക് കൺഫ്യൂഷൻ ഉണ്ട്. അപ്പൊ എന്നെ കൊണ്ട് എഴുതിച്ചെന്ന് വെച്ചാൽ ഞാൻ അല്ല ഡ്രോയർ, ആളാണ് ഡ്രോയർ. കാരണം ആളാണ് അവിടെ സൈൻ ചെയ്യുന്നത്, ആളാണ് ഡ്രോയർ.
എന്ന് വെച്ചിട്ട് ഏത് ബാങ്കിലാണ് കൊണ്ട് കൊടുക്കുന്നത്. ഇപ്പൊ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ചെക്ക് ആണെങ്കിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കാണ് അവിടെ ഡ്രോയി എന്ന് പറയുന്നത്. ഞാനിപ്പോ എന്താ പറയാ, ഞാൻ വേറെ ബാങ്കിലാണ് കൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫണ്ട് എവിടുന്നാ വരുന്നത്? സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്നാണ്. സൗത്ത് ഇന്ത്യൻ ബാങ്കിലെ ചെക്ക് ആണെങ്കിൽ അപ്പൊ ഡ്രോയി എന്ന് പറഞ്ഞ സൗത്ത് ഇന്ത്യൻ ബാങ്കാണ്. അപ്പൊ അതങ്ങനെ മനസ്സിലാക്കി പഠിച്ചാൽ മതി. പൈസ തരുന്നത് ആരാണ്? അവരാണ് ബാങ്ക്. അതുകൊണ്ട് ചെക്കിന്റെ കേസിൽ ഡ്രോയി എപ്പോഴും ബാങ്ക് ആയിരിക്കും. എ സ്പെസിഫൈഡ് ബാങ്കർ വിത്ത് whom the drawer keeps an account. ഡ്രോയറുടെ അക്കൗണ്ട് എവിടെയാണ് അവിടെ അതാണ് എന്താ പറയുന്നത്, ഡ്രോയി എന്ന് പറയുന്നത്. സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ചെക്കാണ് തന്നിരിക്കുന്നതെങ്കിൽ എനിക്ക് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട്. ഞാനിപ്പോ എന്റെ ഒരു ഫ്രണ്ടിന് കൊടുക്കുന്നു, ഫോർ എക്സാമ്പിൾ എക്സിന് ഞാൻ കൊടുക്കുന്നു. ആൾക്ക് എവിടെയാണ് അക്കൗണ്ട് ഉള്ളത്? ആൾക്ക് അക്കൗണ്ട് ഉള്ളത് കാത്തലിക് സിറിയൻ ബാങ്കിലാണെന്ന് വിചാരിക്കാം. അപ്പൊ ആൾ കാത്തലിക് സിറിയൻ ബാങ്കിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാല് കാത്തലിക് സിറിയൻ ബാങ്ക് അല്ല ഡ്രോയി. കാരണം കാത്തലിക് സിറിയൻ ബാങ്ക് അവരുടെ പൈസ അല്ല തരുന്നത്. അവരത് എന്ത് ചെയ്യും? കളക്ഷൻ ആയിട്ട് എവിടെ നിന്ന് വാങ്ങിക്കും? സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്ന് വാങ്ങിക്കും. അപ്പൊ ഡ്രോയി എന്ന് പറയുന്നത് ആരാണ്? സൗത്ത് ഇന്ത്യൻ ബാങ്കാണ്. ദ ബാങ്ക് ദാറ്റ് ട്രാൻസ്ഫേഴ്സ് ദ ഫണ്ട്. ബാങ്ക് ആണ് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഡ്രോയി എന്ന് പറയുന്നത് ബാങ്ക് ആണ്. എ സ്പെസിഫൈഡ് ബാങ്കർ വിത്ത് whom the drawer keeps an account. The bank that transfers the funds. പേയ്. പേയ് എന്ന് പറയുന്നത് ആരാണ്? പേയ് എന്ന് പറയുന്നത് പേയ് ആരാണ് പൈസ വാങ്ങിക്കുന്നത്? പേയ് എന്ന് പറയുന്ന ആൾ ആരാണെന്ന് മനസ്സിലാക്കുക. പൈസ വാങ്ങിക്കുന്നത് റിസീവ് ചെയ്യുന്ന ആളാണ് പേയ്. എപ്പോഴത് ഈ കാര്യങ്ങളൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ബിൽ ഓഫ് എക്സ്ചേഞ്ച് പഠിച്ച ആൾക്ക്, പ്രോമിസറി നോട്ട് പഠിച്ച ആൾക്ക് ചെക്ക് എളുപ്പമാണ്. ഇതിൽ ഒരെണ്ണം പഠിച്ചാൽ തന്നെ കാര്യം ഐഡിയ ഉണ്ടായാൽ മതി. നമുക്ക് ഡ്രോയർ ആരാണ്, ഡ്രോയി ആരാണ്, പേയി ആരാണ്, അതെന്താന്ന് നമുക്ക് മനസ്സിലാക്കാം. എഴുതുന്ന ആള് ഡ്രോയർ, കൊടുക്കുന്ന ആള് ഡ്രോയി, വാങ്ങിക്കുന്ന ആള് പേയി. അങ്ങനെ ചിന്തിക്കാം. പൈസ റിസീവ് ചെയ്യുന്ന ആളാണ് പേയി. രണ്ട് പേയി വരാം. ഒന്ന് ഞാൻ തന്നെ പേയി വരാം. എന്റെ ചെക്ക് ഞാൻ സെൽഫായിട്ട് സെൽഫ് ചെക്കായിട്ട് എഴുതൂലേ, ആ സെൽഫ് ചെക്കിന്റെ ഡ്രോയി എന്ന് പേയ് എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയായിരിക്കും. അതേ സ്ഥാനത്ത് ഞാൻ വേറൊരാളെ പേരിൽ എഴുതി, മിസ്റ്റർ എക്സിന് കൊടുക്കാൻ പറഞ്ഞ എഴുതി. അപ്പൊ അവിടെ പേയ് എന്ന് പറഞ്ഞ മിസ്റ്റർ എക്സാ. ഞാൻ അവിടെ ക്യാഷ് ചെക്കായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും അത് കൊണ്ടുപോയി മാറാം. അങ്ങനെ മാറിക്കഴിയുമ്പോൾ ആ വ്യക്തിയാണ് അവിടെ പേയ് ആയി മാറുന്നത്. അത് എക്സോ വൈയോ എയോ ബിയോ സി ആരാവോ, അവരാണ് അവിടെ പേയ് ആയി മാറുന്നത്. അപ്പൊ എന്നിട്ട് പേയ് എന്ന് പറയുന്നത് തേർഡ് പേഴ്സൺ ആണ്. ചില കേസുകൾ എന്താ ഡ്രോയർ തന്നെ പേയ് ആയി മാറും. അതെന്താണ്? എന്റെ ചെക്ക് ഞാൻ എനിക്ക് വേണ്ടി എന്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഞാൻ തന്നെ വിഡ്രോ ചെയ്യുമ്പോൾ ഞാൻ എന്താണ് അവിടെ ഡ്രോയറും പേയും ഒന്നായി മാറുന്നു. അതേ സ്ഥാനത്ത് ഞാൻ വേറൊരാൾക്ക് കൊടുത്തിട്ടാണ് മാറുന്നതെങ്കിൽ അവിടെ ഡ്രോയറും പേയും രണ്ടാളായി മാറുന്നു. ദ പേഴ്സൺ ടു whom the amount of check is payable. ഇത് വ്യക്തിയാണോ ചെക്ക് പൈസ വാങ്ങിക്കുന്നത്, പേ ചെയ്യുന്നത്, ആരുടെ പേരിലേക്കാണ് പേ കൊടുക്കുന്നത്, പേയബിൾ നടത്തുന്നത്, ആ വ്യക്തിയാണ് പേ എന്ന് പറയുന്നത്. ദ പേഴ്സൺ ഓർ എൻറ്റിറ്റി ടു whom the check is issued. ചില കേസുകൾ എന്താണ്, ചെക്ക് ഇഷ്യൂ ചെയ്ത ആളായിരിക്കും എന്താ പറയുന്നത് പേ ആയി മാറുന്നത്. അതെന്താണ് സെൽഫ് ചെക്കിന്റെ കേസിൽ കേട്ടോ. ഇനി കുറെ ടൈപ്പ് ചെക്കുകളുണ്ട്. 11 തരം ചെക്കുകളുണ്ട്. ചിലപ്പോ എത്ര തരം ചെക്കുകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ 11 തരമാണ് ചെക്കുകൾ. ടൈപ്സ് ഓഫ് ചെക്ക് എന്ന് പറഞ്ഞാൽ 11 തരം ചെക്കുകളാണുള്ളത്. നമുക്കത് ഓരോന്നായിട്ട് എന്താണെന്ന് പഠിച്ചു പോകാം. ഓപ്പൺ ചെക്ക്. ഓപ്പൺ ചെക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്യാഷ് ചെക്ക് എന്നൊക്കെ പറയില്ല. സാധാരണ ചെക്ക് കൗണ്ടറിൽ പോയിട്ട് അങ്ങോട്ട് മാറ്റാം. ഇനി എന്താ കൗണ്ടർ എന്ന് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? കൗണ്ടർ എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, വലിയൊരു ഇതൊന്നല്ല. നമ്മൾ ആ ക്യാഷ്യറിന്റെ കയ്യിൽ ചെക്ക് കൊണ്ട് കൊടുക്കുന്നു. ആ ചെക്ക് നോക്കിയിട്ട് ആളാ കറക്റ്റ് ബാലൻസിൽ ഉണ്ട്, അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ട്, ഓക്കെ എന്ന് പറഞ്ഞ് നമ്മളെ കയ്യിലേക്ക് ക്യാഷ് വരുന്നു. അതാണ് കൗണ്ടർ. ഓപ്പൺ ചെക്ക് എന്ന് പറഞ്ഞാൽ കൗണ്ടറിൽ നേരിട്ട് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമുക്ക് ക്യാഷ് കിട്ടുന്നതിനാണ് നമ്മൾ ഓപ്പൺ ചെക്ക് എന്ന് പറയുന്നത്. അത് എനിക്ക് എന്റെ ചെക്ക് സെൽഫ് എന്ന് എഴുതിക്കൊണ്ട് കൗണ്ടറിൽ പോയി മാറ്റാം. രണ്ടാമത് എന്റെ കയ്യിലുള്ള ചെക്ക് എനിക്ക് പോകാൻ പറ്റുന്നില്ലേ, അപ്പൊ ഞാനിത് അടുത്ത വീട്ടിലെ കുട്ടിക്ക് കൊടുത്തിട്ട് നീ ഒന്ന് പോയി എടുത്തിട്ടാ എന്ന് പറഞ്ഞ് വെറുതെ വേണമെങ്കിൽ ക്യാഷ് ചെക്ക് എന്ന് എഴുതാം. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യുക, ബാക്കിലൊന്ന് സൈൻ ചെയ്യുക. അവര് സൈൻ ചെയ്ത് ആരാണ് വിഡ്രോ ചെയ്യുന്നത് അവര് ഒന്ന് ബാക്കിൽ സൈൻ ചെയ്ത് കൊടുക്കും. അവിടെ ചെല്ലുന്ന ആളൊന്ന് സൈൻ ചെയ്ത് കൊടുക്കുക. ബാക്കിലൊന്ന് സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതാവും. അതേ സ്ഥാനത്ത് ഞാൻ എന്ത് ചെയ്ത് പേരെഴുതി, അവര് പേരെഴുതി കൊടുത്താലും അവർക്ക് വിഡ്രോ ചെയ്യാം. അവിടെ ക്രോസ് ഒന്നും ചെയ്യാതെ വെറുതെ ഓപ്പൺ ആയിട്ട് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓപ്പൺ ചെക്കാണ്. അത് കൗണ്ടറിൽ നിന്നാണ് നേരിട്ട് വാങ്ങിക്കുന്നത്. ആ ചെക്കിനെയാണ് ഓപ്പൺ ചെക്ക് എന്ന് പറയുന്നത്. അത് നെഗോഷ്യബിൾ ആണ്, കൈമാറ്റം നടത്താം. അതായത് ഇപ്പൊ ഞാൻ കൊടുത്തിട്ട് എന്റെ തൊട്ടപ്പുറത്തെ വീട്ടിലെ കുട്ടിയുടെ പേര് രേഖ, അവളെ കൈ കൊടുത്തിട്ടുണ്ട്, നീ ഒന്ന് പൈസ എടുത്തിട്ട് വായോ, അല്ലെങ്കിൽ അവൾക്ക് ഞാൻ കൊടുക്കണം, ഒന്ന് എടുത്തിട്ട് വരാൻ പറയണം. അവൾ അപ്പൊ എന്ത് ചെയ്യുന്നു, അവൾക്ക് കൊടുത്ത ചെക്കാണ്, അപ്പൊ അവൾക്ക് പോകാൻ മടി.
അല്ലെങ്കിൽ അവളെ ഹസ്ബൻഡിനോട് പറയാണ് നിങ്ങളിതൊന്നും കൊണ്ടുപോയിക്കോ. ഓക്കെ, ആൾക്ക് പോയി വാങ്ങിക്കാം. അവിടെ ട്രാൻസ്ഫറബിൾ ആണ്, നെഗോഷ്യബിൾ ആണത്. അപ്പൊ അത് ഓപ്പൺ ചെക്ക് എന്ന് പറയുന്നത് കൗണ്ടറിൽ പോയി മാറ്റാൻ പറ്റുന്നത്, അത് ആർക്ക് വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറും. അത്രേ ഉള്ളൂ ഓപ്പൺ ചെക്ക് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് വൺ ഓൺ വിച്ച് ക്യാഷ് ഈസ് പേയബിൾ അറ്റ് ദ കൗണ്ടർ ഓഫ് ദ ബാങ്ക്. ബെയറർ ചെക്ക്. ബെയറർ ചെക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ബെയറർ ചെക്ക് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഓപ്പൺ ചെക്ക് നമ്മൾ പറഞ്ഞു ഓപ്പൺ ചെക്ക് എന്ന് പറയുന്നത് കൗണ്ടറിൽ കൂടെ മാറ്റാം. കൗണ്ടറിൽ കൂടെ മാറ്റാൻ പറ്റുന്ന ചെക്കുകളാണ് ഓപ്പൺ ചെക്ക് എന്ന് പറഞ്ഞു. ഈ ബെയറർ ചെക്ക് നമുക്ക് ഇതുപോലെ തന്നെ കൗണ്ടറിൽ കൂടെ തന്നെ മാറ്റാൻ പറ്റുന്ന ചെക്കുകളാണ്. ആരാണ് ഹോൾഡർ? ഹോൾഡർ മാറ്റുന്ന ചെക്കുകളെയാണ് നമ്മൾ എന്താ പറയാ, ബെയറർ ചെക്കുകൾ എന്ന് പറയുന്നത്. എന്ന് വെച്ചിട്ട് ഹോൾഡർ എന്ന് പറഞ്ഞ അക്കൗണ്ട് ഹോൾഡർ തന്നെയാവുന്നില്ല. ആരാണ് ചെക്ക് വഹിക്കുന്ന അയാൾ മാറ്റുന്നതാണ് ബെയറർ ചെക്ക് എന്ന് പറയുന്നത്. ഈ ബെയറർ ചെക്കും ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അത് മിയർ ഡെലിവറി ആണ്. മിയർ ഡെലിവറി എന്ന് പറഞ്ഞാൽ എൻഡോഴ്സ്മെന്റ് ഒന്നും ഇല്ലാതെ മാറ്റുന്നതിനെയാണ് നമ്മൾ മിയർ ഡെലിവറി എന്ന് പറയുന്നത്. ഇവിടെ എന്താണെന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പേയുടെ പേരെങ്ങനെ അതിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ, പേയുടെ പേര് എഴുതേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞ എക്സിന്റെ പേരിലാണ് ഞാൻ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ എക്സ് പേയുടെ പേര് നമ്മൾ എഴുതി, അവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ മാറ്റങ്ങൾ നമ്മൾ അവിടെ എൻഡോഴ്സ് ചെയ്യണം. എല്ലാത്ത കേസുകളിലാണ് മിയർ ഡെലിവറി ആണ്, അവിടെ ക്യാഷ് ചെക്ക് ആയിട്ടായാലും പോയി മാറ്റിയാൽ മതി. അപ്പൊ ബെയർ ചെക്ക് എന്ന് പറയുന്നത് ഓപ്പൺ ചെക്കിനോട് പോലെ തന്നെയുള്ള ചെക്കാണ്. അത് ട്രാൻസ്ഫറബിൾ ആണ്. പേയുടെ പേര് എഴുതാം, എഴുതാതിരിക്കാം. എഴുതി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് വേറെ ആർക്കെങ്കിലും മാറ്റണമെങ്കിൽ അവിടെ എൻഡോഴ്സ്മെന്റിന്റെ ആവശ്യമുണ്ട്. അല്ലാത്ത കേസിലാണെങ്കിൽ മിയർ ഡെലിവറി ആണ്. അതുപോലെ തന്നെ എന്താണ് ഈ ഹോൾഡർക്ക്, ആരാണ് ഹോൾഡർ അവർക്ക് പേയ്മെന്റ് കൊടുക്കുന്നതാണ് ബെയറർ ചെക്ക് എന്ന് പറയുന്നത്. ബെയറർ ചെക്ക് എന്താണെന്ന് മനസ്സിലായല്ലോ ഇപ്പൊ. ബെയറർ ചെക്ക് വൺ വിച്ച് ഈസ് മെയ്ഡ് പേയബിൾ ടു ദ ബെയറർ. ആരാണ് ബെയറർ, ആരാണ് വഹിക്കുന്ന ആൾ, അവർക്ക് പേയ്മെന്റ് കൊടുക്കുന്നതാണ് ബെയറർ ചെക്ക് എന്ന് പറയുന്നത്. ഇൻ കേസ് ഓഫ് ബെയറർ ചെക്ക്, the payee need not be named entity can be easily transferred from one person to another by mere delivery. പേരിന്റെ ആവശ്യമില്ല, പേരില്ലെങ്കിൽ നമുക്കത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. മിയർ ഡെലിവറി, അതായത് അടുത്ത ആൾക്ക് കൊടുക്കുന്നു, അത്രയുള്ള മിയർ ഡെലിവറി. ബെയറർ ചെക്ക് ഈസ് പേയബിൾ അറ്റ് ദ കൗണ്ടർ ടു ദി പേഴ്സൺ ടു whom brings it for payment. ബെയർ ചെക്ക് ഈസ് പേയബിൾ അറ്റ് ദ കൗണ്ടർ, കൗണ്ടറിൽ കൂടെ തന്നെ മാറ്റാൻ പറ്റുന്നതാണ്. ആരാണ് ഇത് പേയ്മെന്റിന് വേണ്ടി കൊണ്ടുവരുന്നത് ആ വ്യക്തിക്ക് തന്നെ പൈസ കൊടുക്കുന്നതാണ് ബെയറർ ചെക്ക് എന്ന് പറയുന്നത്. The drawee bank is under to no obligation to identify the holder of the bearer check. ആ ബെയറർ ചെക്കിന്റെ ഹോൾഡർ ആരാണ്, അത് ആരുടെ ചെക്കാണെന്നൊന്നും ബാങ്ക് അറിയേണ്ട ആവശ്യമില്ല. The presenter of bearer check is asked by the banker to sign his name on the back of the check. ബെയറർ ചെക്കിന്റെ ബാക്കില് കൊണ്ടുവന്ന ആളോട് ബാക്കിൽ ഒന്ന് സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആര് പറയും, ബാങ്ക് ആവശ്യപ്പെടാറുണ്ട്. ഇത്രയാണ് ബെയറർ ചെക്കിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്തതാണ് ഓർഡർ ചെക്ക്. എന്താണ് ഓർഡർ ചെക്ക്? An order check is a check which is payable to specified person or to his order. അതായത് ഈ ഓർഡർ ചെക്കിൽ ഇന്ന ആൾക്കെന്നും പറഞ്ഞിട്ട് അവിടെ ഓർഡർ ചെയ്തിട്ടുണ്ടാവും, ഇന്ന ആൾക്കെന്ന് പറഞ്ഞ പേരുണ്ടാവും. ഇൻ ദ കേസ് ഓഫ് എൻ ഓർഡർ ചെക്ക്, ദ പേയീസ് നെയിം മസ്റ്റ് ബി റിട്ടേൺ ഓൺ ദ ചെക്ക്. ചെക്കില് ആരുടെ പേരാണ്, ആരെങ്കിലും പേര് എഴുതിയിട്ടുണ്ടാവും, അതാണ് ഓർഡർ ചെക്ക് എന്ന് പറയുന്നത്. ഞാൻ അക്കൗണ്ട് ഹോൾഡർ, ഞാൻ ആരെങ്കിലും പേര് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അത് ഓർഡർ ചെക്ക് ആവുള്ളൂ. ഓർഡർ ചെക്ക് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ ഓൺലി ബൈ എൻ എൻഡോഴ്സ്മെന്റ്. ഓർഡർ ചെക്കില് ഒരു പേഴ്സണിൽ നിന്ന് വേറൊരു പേഴ്സണിലേക്ക് കൈമാറ്റം ചെയ്യണമെങ്കിൽ എൻഡോഴ്സ്മെന്റോട് കൂടി മാത്രമേ ചെയ്യാൻ പറ്റൂ. എൻഡോഴ്സ്മെന്റ് അവിടെ മസ്റ്റ് ആണ്, അതല്ലാതെ മിയർ ഡെലിവറി പറ്റില്ല. ഓർഡർ ചെക്ക് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ ഓൺലി ബൈ എൻ എൻഡോഴ്സ്മെന്റ്. അപ്പൊ ഓർഡർ ചെക്ക് എന്ന് പറയുന്നത് വ്യക്തിയുടെ പേരിലേക്ക് നമ്മൾ അത് എഴുതി കൊടുക്കണം, ഓർഡർ ആയിട്ട് കൊടുക്കണുണ്ട്. അതേപോലെ തന്നെ എന്താണ്, അത് എഴുതിയിരിക്കുന്ന ഇന്ന ആളുടെ പേരിലെന്ന് എഴുതിയിട്ടുണ്ടാവണം. അതുപോലെ എന്താണ്, ആ ആൾ വേറൊരാൾക്ക് കൈമാറ്റം ചെയ്യണമെങ്കിൽ അത് എൻഡോഴ്സ് ചെയ്താൽ മാത്രമേ പറ്റുകയുള്ളൂ. അപ്പൊ മൂന്നാമത്തെ നമ്മൾ പഠിച്ച ഓർഡർ ചെക്ക്. ക്ലോസ്ഡ് ചെക്ക് നമ്മൾ ഓപ്പൺ ചെക്ക് പഠിച്ചു. ഓപ്പൺ ചെക്കിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ക്ലോസ്ഡ് ചെക്ക്. ഓപ്പൺ ചെക്ക് എന്താണ്, കൗണ്ടറിൽ കൂടെ മാത്രം നമുക്ക് മാറ്റാൻ പറ്റുന്ന ഓപ്പൺ ചെക്ക്. നേരെ ഓപ്പോസിറ്റ് ആണ് കൗണ്ടറിൽ കൂടെ മാറ്റാൻ പറ്റില്ല, അക്കൗണ്ട് ത്രൂ മാത്രം മാറ്റാൻ പറ്റുന്നതാണ് ക്ലോസ്ഡ് ചെക്ക്. ഇറ്റ് കനോട്ട് ബി എൻകാഷ്ഡ് അറ്റ് ദ ക്യാഷ് കൗണ്ടർ ഓഫ് എ ബാങ്ക്. ഒരു ബാങ്കിന്റെ ക്യാഷ് കൗണ്ടറിൽ കൂടെ എൻകാഷ് ചെയ്യാൻ പറ്റാത്തതാണ് ക്ലോസ്ഡ് ചെക്ക് എന്ന് പറയുന്നത്. നമ്മൾ ചെക്കിന്റെ മുകളിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടാവും, ഒന്നില്ലെങ്കിൽ അക്കൗണ്ട് പേ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ 2 വര വരച്ചാൽ മതി, ക്ലോസ് ചെയ്തിട്ടുണ്ടോ. അങ്ങനെ എഴുതുന്ന ചെക്കുകളാണ് ക്ലോസ്ഡ് ചെക്ക്. അവിടെ അക്കൗണ്ട് ത്രൂ മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇറ്റ് ഈസ് പേയബിൾ ഇൻ ടു ദ ബാങ്ക് അക്കൗണ്ട് ഓഫ് ദ ബെനിഫിഷ്യറി. ബെനിഫിഷ്യറിയുടെ ബാങ്ക് അക്കൗണ്ട് മുഖേന മാത്രമേ അത് മാറ്റുവാൻ സാധിക്കുകയുള്ളൂ. സച്ച് ചെക്ക് ആർ കൺസിഡേർഡ് ദ സേഫസ്റ്റ് ടൈപ്പ് ഓഫ് ചെക്സ്.
ഈ ക്ലോസ്ഡ് ചെക്കാണ് ഏറ്റവും സേഫസ്റ്റ് ചെക്ക് എന്ന് പറയാം. അപ്പൊ എന്താണ് അത് ക്യാഷ് കൗണ്ടർ മുഖേന ചെയ്യാൻ പറ്റില്ല, ബാങ്ക് അക്കൗണ്ട് ത്രൂ. ആര് ബാങ്ക് അക്കൗണ്ട് ബെനിഫിഷ്യറിയുടെ ആർക്കാണ് ഇത് നമുക്ക് കൊടുത്തിരിക്കുന്നത്, അയാളുടെ ബാങ്ക് അക്കൗണ്ട് ത്രൂ ആണ് ഇത് പേ ചെയ്യണത്. അയാള് നമ്മളുടെ ഡ്രോയറുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നിന്ന് പൈസ അയാളുടെ അക്കൗണ്ടിലേക്ക് എടുത്തിട്ടാണ് ഈ ക്ലോസ്ഡ് ചെക്കിന്റെ എമൗണ്ടുകൾ വരുന്നത്. ആന്റി ഡേറ്റഡ് അഞ്ചാമത്തെ ടൈപ്പ്, നമ്മൾ 11 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു, ഇതിൽ അഞ്ചാമത്തെ ടൈപ്പാണ് ആന്റി ഡേറ്റഡ് ചെക്ക്. എന്താണ് ആന്റി ഡേറ്റഡ് ചെക്ക് എന്ന് നോക്കാം. ആന്റി ഡേറ്റഡ് ചെക്ക് എന്ന് പറയുന്നത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്താണ്, മുന്നിലുള്ള ഡേറ്റ് ചെയ്തിട്ടുള്ള ചെക്കുകളാണ് ആന്റി ഡേറ്റഡ് ചെക്ക് എന്ന് പറയുന്നത്. എ ചെക്ക് വിച്ച് ബിയേഴ്സ് എ ഡേറ്റ് വിച്ച് ഹാസ് ഓൾറെഡി എലാപ്സ്ഡ്. എ ആന്റി ഡേറ്റഡ് ചെക്ക് ഈസ് എ check that has been written with the date that is earlier than the date it was written or presented. Antedated checks are also known as backdated check. അതായത് ഇപ്പം വേറെ ഒന്നും ചിന്തിക്കേണ്ട, ആന്റി ഡേറ്റഡ് മുന്നിലാണ് ആന്റി ഡേറ്റഡ് എന്ന് പറയുന്നത്. ഇന്ന് സെപ്റ്റംബർ 17. ഈ സെപ്റ്റംബർ 17 തീയതി നമ്മൾ എഴുതിയിട്ടുള്ള നമുക്ക് കളക്ഷന് പോകേണ്ട ചെക്കാണ്. പക്ഷെ എന്റെ കയ്യിൽ കിട്ടിയിട്ടുള്ള ഡേറ്റ് എന്താണ്, ഓഗസ്റ്റ് 17 എഴുതിയിട്ടുള്ളതാണ്. അതൊരു ആന്റി ഡേറ്റഡ് ആണ്. പക്ഷെ നമുക്കത് ബാങ്കിൽ കൊണ്ടുപോയി കളക്ഷൻ ആയിട്ട് എടുക്കാം. അത് അതേ സ്ഥാനത്ത് ഇന്ന് എന്താ പറയാ, അതൊരു മാർച്ച് 17 ആണെങ്കിൽ നമുക്ക് പറ്റില്ല. കാരണം ഒരു ചെക്കിന്റെ കാലാവധി എന്ന് പറഞ്ഞാൽ 3 മാസമുള്ളൂ. അപ്പൊ ഈ 3 മാസ കാലാവധിക്ക് മുന്നിലുള്ള ഒരു ചെക്കാണെങ്കിൽ, ഉള്ളിലുള്ള ചെക്കാണെങ്കിൽ നമുക്കത് ആന്റി ഡേറ്റഡ് ആണെങ്കിലും നമുക്ക് കൗണ്ടറിൽ പോയി മാറ്റാൻ പറ്റും. അപ്പൊ ആന്റി ഡേറ്റഡ് എന്താണ്, നമ്മളെ ഡേറ്റിനേക്കാൾ മുന്നുള്ള ഡേറ്റ്, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. നമ്മൾ വലിയ കാര്യമായിട്ടൊന്നും പഠിക്കണ്ട. നമ്മളൊരു ചെക്ക് എഴുതുമ്പോൾ ചിലപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 17/9 അങ്ങനെ പെട്ടെന്ന് നമുക്ക് 17/8 എഴുതാം. അപ്പൊ അതൊരു ആന്റി ഡേറ്റഡ് ചെക്കായി. ചിലപ്പോൾ നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ടാവും, പക്ഷെ നമുക്ക് ബാങ്കിൽ പോകാനും സാധിച്ചില്ല. നമ്മൾ നോക്കാം. 3 മാസത്തിനുള്ളിൽ അത് കുഴപ്പമൊന്നുമില്ല എന്ന് വെച്ചാല് 3 മാസം ഒന്നും ആയിട്ടില്ല. അപ്പൊ നമുക്ക് ആ ചെക്ക് നമുക്ക് ബാങ്കിൽ കൊണ്ടുപോയി മാറാം. ഇത് തന്നെയാണ് നമ്മൾ ആന്റി ഡേറ്റഡ് ചെക്ക് എന്ന് പറയുന്നത്. A check which bears a date which has already elapsed. An antedated check is a check that has been written with a date that is earlier than the date it was written or presented. Antedated checks are also known as backdated checks. അപ്പൊ ഇതെങ്ങനെ ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവണം. ചെക്ക് എന്നാണ് നേരത്തെ എഴുതിയിട്ടുള്ള, നമ്മളെ ഡേറ്റിനേക്കാൾ മുന്നേ എഴുതിയിട്ടുള്ള ഡേറ്റ് ആണ് ആന്റി ഡേറ്റഡ് ചെക്ക് എന്ന് പറയുന്നത്. കാര്യം മനസ്സിലായാലും, മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞത് ഏറ്റവും എളുപ്പമാണ്. മനസ്സിലാക്കിയില്ലെങ്കിലാണ് നമുക്ക് ഇതെല്ലാം കൺഫ്യൂഷൻ ആവുന്നത് കേട്ടോ. നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിലാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പൊ നമ്മൾ ചെക്ക് ആലോചിച്ചാൽ മതി. നമ്മൾ ചെക്ക് നേരത്തെയുള്ള ഡേറ്റിൽ എഴുതി, അത് ആന്റി ഡേറ്റഡ് ചെക്ക്. 3 മാസം ചെക്കിന് വാലിഡിറ്റി ഉള്ളൂ. 3 മാസത്തിന് ഉള്ളിലാണെങ്കിൽ അത് നമുക്ക് എപ്പോ കൗണ്ടറിൽ പോയിട്ട് മാറ്റാം, അല്ലെങ്കിൽ അക്കൗണ്ടിൽ കൊടുത്തിട്ട് മാറ്റാം. പക്ഷേ 3 മാസത്തിന് ശേഷമാണെങ്കിൽ നമുക്കതൊന്നും ചെയ്യാൻ പറ്റൂല. ഓക്കെ. അപ്പൊ ആന്റി ഡേറ്റഡ് എന്ന് വെച്ചാൽ ബാക്ക് ഡേറ്റഡ് ചെക്കുകളാണ് ആന്റി ഡേറ്റഡ്. പോസ്റ്റ് ഡേറ്റഡ് നേരെ ഓപ്പോസിറ്റ്. ഇന്ന് എന്താണ് 17/9 ഞാൻ പെട്ടെന്ന് എഴുതിയോ 17/10 പോയി. ഒരു രക്ഷയില്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിൽ പോയി മാറ്റാനൊന്നും പറ്റില്ല. 17/10 തന്നെ മാറ്റാൻ പറ്റുള്ളൂ. അതാണ് പോസ്റ്റ് ഡേറ്റഡ് ചെക്ക്. ഫ്യൂച്ചർ ഡേറ്റിൽ എഴുതിയിട്ടുള്ള ചെക്കുകളാണ് പോസ്റ്റ് ഡേറ്റഡ്. നമ്മൾ പല കേസിലും ഫ്യൂച്ചർ ഡേറ്റഡ് ചെക്ക് കൊടുക്കാം. നമ്മൾ എവിടെയെങ്കിലും പോകുന്നു, അപ്പൊ നമ്മൾ നേരത്തെ ഡേറ്റ് എഴുതി കൊടുക്കാം ചെക്കുകൾ. അപ്പൊ ഫ്യൂച്ചർ ഡേറ്റഡ് പോസ്റ്റ് ഡേറ്റഡ് ചെക്കുകൾ നമ്മൾ കൊടുക്കാവുന്നതാണ്. ഇന്നത്തെ തന്നെ ഡേറ്റിൽ നമ്മളെ അക്കൗണ്ടിൽ ക്യാഷ് വരണമെന്നില്ല. ആ ഡേറ്റിൽ നമ്മൾ വരുള്ളൂ. അപ്പൊ നമ്മൾ എന്തെങ്കിലും ചെക്ക് കൊടുക്കേണ്ട കേസ് പറയൂ, എങ്കിൽ ഇപ്പൊ പൈസ ഇല്ല, 1 മാസം കഴിഞ്ഞിട്ട് വരുള്ളൂ, ഞാൻ ആ ഡേറ്റിൽ ഇട്ടിട്ട് തരണേന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാറുണ്ട്. അതാണ് ഡേറ്റഡ് ചെക്ക്. ഇറ്റ് ഈസ് എ ചെക്ക് വിച്ച് ബിയേഴ്സ് എ ഡേറ്റ് വിച്ച് ഈസ് സ്റ്റിൽ ടു കം. വരാൻ പോകുന്ന ഡേറ്റിലാണ് കൊടുക്കുന്നത്. എ പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് ഈസ് സിംപ്ലി എ ചെക്ക് ദാറ്റ് ഹാസ് ബീൻ റിട്ടൺ വിത്ത് എ ഫ്യൂച്ചർ ഡേറ്റ്. അപ്പൊ രണ്ടും മനസ്സിലായാലും, പോസ്റ്റ് ഡേറ്റ് ഫ്യൂച്ചർ ഡേറ്റിലാണ്, വരാൻ പോകുന്ന ഡേറ്റ് ഇട്ട് കൊടുക്കുന്നതാണ് പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് എന്ന് പറയുന്നത്. അത്ര സ്റ്റെയിൽ ചെക്ക് ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞു, 3 മാസമാണ് ഒരു ചെക്കിന് വാലിഡിറ്റി ഉള്ളത്. ആ 3 മാസം വാലിഡിറ്റി ഉള്ളൂ എന്ന് പറയുന്നതാണ് സ്റ്റെയിൽ എന്ന് പറയുന്നത്. 3 മാസം കഴിഞ്ഞാൽ അതിന്റെ വാലിഡിറ്റി കഴിയും. നമ്മൾ ഇന്ത്യയിൽ 3 മാസം, ആദ്യം 6 മാസമായിരുന്നു. ഇപ്പൊ പല രാജ്യങ്ങളും 6 മാസം തന്നെയുള്ളതൊക്കെ ഉണ്ട്. പക്ഷെ ഇന്ത്യയിൽ ഇപ്പൊ 3 മാസമാണ് ചെക്കിന്റെ വാലിഡിറ്റി പീരീഡ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്, കുറച്ച് കാലങ്ങൾക്കൊക്കെ മുമ്പ് വരെ 6 മാസമായിരുന്നു കാലാവധി. ഇപ്പൊ അത് 3 മാസമായി, കുറെ വർഷങ്ങളായി 3 മാസമായിട്ട്. ഇൻ ഇന്ത്യ ചെക്ക് ഇസ് കൺസിഡർഡ് ടു ബി സ്റ്റെയിൽ 3 months ആഫ്റ്റർ ദ ഡേറ്റ് ഓഫ് ഇറ്റ്സ് ഇഷ്യൂ. ഒരു ചെക്ക് ഇഷ്യൂ ചെയ്ത് 3 മാസം കഴിഞ്ഞിട്ടുള്ള ദിവസം നമുക്ക് ചെക്ക് മാറ്റാൻ പറ്റില്ല. ആ 3 മാസം വരെയുള്ള കാലാവധി. അങ്ങനെ 3 മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മൾ പറയും സ്റ്റെയിൽ ചെക്ക് എന്നാണ് പറയാം. കാലാവധി കഴിഞ്ഞ ചെക്ക് കേട്ടാ. 3 months past the date of issuance, a check is past its validity and is called stale check.
നോ മണി ക്യാൻ ബി വിഡ്രോൺ യൂസിങ് സച്ച് സ്റ്റേൽ ചെക്സ്. ഇങ്ങനത്തെ ഉള്ള സ്റ്റേൽ ചെക്കുകളിൽ നിന്ന് നമുക്ക് പൈസ വിഡ്രോ ചെയ്യാൻ സാധിക്കുകയില്ല. 3 മാസത്തെ കാലയളവ് കഴിഞ്ഞിട്ടുള്ള ചെക്കുകളെയാണ് നമ്മൾ സ്റ്റേൽ ചെക്ക് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ 3 മാസമുള്ള ചെക്കിന്റെ കാലാവധി, ആ 3 മാസം കഴിഞ്ഞിട്ടുള്ള കാലാവധി കഴിഞ്ഞിട്ടുള്ള ചെക്കുകൾ നമ്മൾ സ്റ്റേൽ ചെക്ക് എന്ന് പറയുന്നു. സ്റ്റേൽ ചെക്കുകളിൽ നമുക്ക് വിഡ്രോവൽ അനുവദനീയമല്ല. അപ്പൊ സ്റ്റേൽ ചെക്ക് എന്താണെന്ന് മനസ്സിലായല്ല. ബ്ലാങ്ക് ചെക്ക്. ബ്ലാങ്ക് ചെക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലാങ്ക് ഒന്നുമില്ല എന്നാണ് അതിന്റെ അർത്ഥം. ഈ ബ്ലാങ്ക് ചെക്ക് എന്ന് വെച്ചാൽ നമ്മൾ ഒന്നും ഇല്ലാണ്ട് വെറുതെ ഒന്നും എഴുതാതെ നമ്മളിങ്ങനെ കൊടുക്കുന്ന ചെക്കല്ല ബ്ലാങ്ക് ചെക്ക്. ബ്ലാങ്ക് ചെക്കിൽ സിഗ്നേച്ചർ മാത്രമേ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ സിഗ്നേച്ചർ കൂടാണ്ട് ചിലപ്പോൾ എമൗണ്ട് ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ ഡേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള ചെക്കുകളെയാണ് നമ്മൾ ബ്ലാങ്ക് ചെക്ക് എന്ന് പറയുന്നത്. ബ്ലാങ്ക് ചെക്ക് neither contains the date of payment nor the sum of money, which are generally filled by the beneficiary itself. The issuer generally mentions a maximum limit over such check to minimize risk. അതായത് റിസ്ക് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെന്താണ് അതിന്റെ ഒരു ലിമിറ്റ് വെച്ചിട്ട് തന്നെ കൊടുക്കണം എന്നുള്ള രീതിയിലുള്ള കേസുകളൊക്കെ ഇനി ബ്ലാങ്ക് ചെക്കുകൾ കൊടുക്കാം. ബ്ലാങ്ക് ചെക്ക് കൊടുത്തിട്ട് ചിലപ്പോൾ വലിയൊരു എമൗണ്ട് ഒക്കെ ആയിരിക്കും. ഇപ്പൊ ഞാൻ എമൗണ്ട് എഴുതുന്നില്ല, ഞാൻ പറയാം എന്നൊക്കെ പറയില്ലേ, അതാണ് ബ്ലാങ്ക് ചെക്ക്. എ ബ്ലാങ്ക് ചെക്ക് ഓഫൺ റെഫേഴ്സ് ടു എ ചെക്ക് ദാറ്റ് ഹാസ് ബീൻ സൈൻഡ് ബൈ എൻ ഓതറൈസ്ഡ് ചെക്ക് സൈനർ വിത്തൗട്ട് കംപ്ലീറ്റിംഗ് ദി അതർ ഇൻഫർമേഷൻ, ഡേറ്റ്, പേയി, എമൗണ്ട്. പേയുടെ പേരും എമൗണ്ട് ഡേറ്റ് ഒന്നും എഴുതിയിട്ടുണ്ടാവില്ല, സൈൻ മാത്രമേ അതിനെയാണ് നമ്മൾ ബ്ലാങ്ക് ചെക്ക് എന്ന് പറയുന്നത്. ഇപ്പൊ കുറെ കേസുകളൊന്നും ഇപ്പൊ ഇങ്ങനത്തെ കേസുകളൊന്നും വരുന്നില്ല, എന്നാലും വലിയ വലിയ കാര്യങ്ങൾക്ക് അത് കേസുകൾ വരും. അതുകൊണ്ടാണ് അങ്ങനെ ഓരോ ചെക്കുകളുടെ പേരായിട്ട് നമ്മൾ പഠിക്കേണ്ടി വരുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത് നോക്കാം ബാങ്കേഴ്സ് ചെക്ക്. അടുത്താണ് ബാങ്കേഴ്സ് ചെക്ക്. എന്താണ് ബാങ്കേഴ്സ് ചെക്ക് എന്ന് വെച്ചാല് ബാങ്കേഴ്സ് ചെക്ക് ഈസ് ഇഷ്യൂഡ് ബൈ ദ ബാങ്ക് ഇറ്റ് സെൽഫ്. ബാങ്കേഴ്സ് ചെക്ക് ബാങ്ക് തന്നെയാണ് ഇഷ്യൂ ചെയ്യുന്നത്. ബാങ്കേഴ്സ് ചെക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബാങ്കിൽ ഇത്ര എമൗണ്ട് ഉണ്ടാവും, ആ എമൗണ്ടിന് അനുസരിച്ചുള്ള അത് ആ എമൗണ്ട് അതിലുള്ള എമൗണ്ടിനനുസരിച്ച് ബാങ്കിൽ നിന്ന് ഇഷ്യൂ ചെയ്യുന്ന ഒരു ചെക്കാണ് ബാങ്കേഴ്സ് ചെക്ക് എന്ന് പറയുന്നത്. അത് കുറച്ചും കൂടെ സേഫ്റ്റി ആണ്. അതിൽ എന്തായാലും ആ എമൗണ്ട് ഉണ്ട്, ബൗൺസ് ഒന്നും ആവില്ല. അത് ബാങ്കിൽ ഉള്ള എമൗണ്ടിന് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ആ ബാങ്കിലെ ചെക്ക് എടുക്കുന്നത്. അപ്പൊ നമ്മൾ സാധാരണ ചെക്ക് എഴുതി കൊടുക്കുന്നതല്ല, ബാങ്കിൽ നിന്ന് തന്നെ എഴുതി കൊടുക്കുന്നതാണ്. അതുകൊണ്ട് ബാങ്കേഴ്സ് ചെക്കിന് നമ്മൾ 2 രീതിയിൽ പറയും. ബാങ്ക് ഡ്രാഫ്റ്റ് എന്നും പറയും, പേ ഓർഡർ എന്നും പറയും. എന്താണ് ബാങ്ക് ഡ്രാഫ്റ്റ് എന്ന്, പേ ഓർഡർ എന്ന് ബാങ്കേഴ്സ് ചെക്കിനെ പറയും. എ ബാങ്കേഴ്സ് ചെക്ക് ആൾസോ നോൺ ആസ് എ ബാങ്ക് ഡ്രാഫ്റ്റ് ഓർ പേ ഓർഡർ ഈസ് എ ടൈപ്പ് ഓഫ് ചെക്ക് ദാറ്റ് എ ബാങ്ക് ഇഷ്യൂസ് ഓൺ ബിഹാഫ് ഓഫ് ഇറ്റ്സ് കസ്റ്റമർ ടു പേ എ സ്പെസിഫിക് എമൗണ്ട് ഓഫ് മണി ടു എ പേയി. എ ബാങ്ക് ഇഷ്യൂസ് എ ബാങ്കേഴ്സ് ചെക്ക് ഓൺ ബിഹാഫ് ഓഫ് എൻ അക്കൗണ്ട് ഹോൾഡർ ടു ഇഷ്യൂ പേയ്മെന്റ് ടു അനദർ പേഴ്സൺ ഇൻ ദ സെയിം സിറ്റി. ബാങ്കേഴ്സ് ചെക്സ് ആർ ഓൺലി വാലിഡ് ഫോർ 3 months. സാധാരണ ചെക്കുകൾ പോലെ തന്നെ ഇതിന് 3 മാസത്തെ വാലിഡിറ്റി ഉള്ളൂ. ബാങ്കേഴ്സ് ചെക്ക് എന്ന് പറഞ്ഞാൽ ബാങ്ക് ഡ്രാഫ്റ്റ് ഓർ പേ ഓർഡർ. ഇത്രയും കാര്യങ്ങൾ നമ്മളത് മനസ്സിലാക്കി വെക്കാം കേട്ടോ. ഇതാണ് ക്യാൻസൽഡ് ചെക്ക്. എന്താണ് ക്യാൻസൽഡ് ചെക്ക്? ഒരു ചെക്ക് ക്യാൻസൽ ചെയ്യാന്ന് പറയുന്നത്. ഒരു ചെക്ക് ക്യാൻസൽ ചെയ്യാന്ന് പറഞ്ഞ ഒരു ചെക്ക് ഉണ്ടല്ലോ, ആ ചെക്കിന് കുറുകെ ക്രോസ് ചെയ്യാന്ന് വെച്ചാൽ ഈ ചെക്കിന്റെ ഈ സൈഡിലായിട്ട് 2 ലൈനായി വരയ്ക്കാം. അത് ഈ സെന്ററിലായിട്ട് 2 ലൈൻ വരച്ചിട്ട് ക്യാൻസൽ ചെയ്യാം, അല്ലെങ്കിൽ അതിന് പാരലായിട്ട് 2 ലൈൻ വരച്ചത് ക്യാൻസൽഡ് ചെക്ക്. ഡ്യൂ ടു എനി കൈൻഡ് ഓഫ് മിസ്റ്റേക്ക് വൈൽ റൈറ്റിംഗ് ദ ചെക്ക് ഇറ്റ് ഈസ് ക്യാൻസൽഡ്. ഇറ്റ് ഈസ് നോൺ ആസ് ക്യാൻസൽഡ് ചെക്ക്. ചില സ്ഥലത്ത് നമ്മൾ ഒരു ചെക്ക് കൊടുക്കാൻ പറയും, നമ്മൾക്ക് എന്താ പറയാ, പ്രൂഫിന് ഒരു ചെക്ക് കൊടുക്കാൻ പറയും. അപ്പൊ അവരോട് ക്യാൻസൽഡ് ചെക്ക് തരാൻ പറയും. അവരല്ലെങ്കിൽ എന്തെങ്കിലും മിസ്യൂസ് ചെയ്താലോ, അപ്പൊ നമ്മൾ 2 ലൈൻ വരച്ചിട്ടായിരിക്കും കൊടുക്കുക. അതാണ് ക്യാൻസൽഡ് ചെക്ക് എന്ന് പറയുന്നത്. A cancelled check is one that has been rendered unusable for financial transaction. അത് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഉപയോഗിക്കാൻ പറ്റില്ല ചില സ്ഥലങ്ങളിൽ. പക്ഷെ നമ്മൾ ചെക്ക് കൊടുക്കേണ്ടി വരും, നമ്മളെ അക്കൗണ്ട് ഇതാണെന്ന് പറയാനും മറ്റുള്ള കാര്യങ്ങൾക്ക് കൊടുക്കണം. അപ്പൊ നമ്മുടെ ക്യാൻസൽഡ് ചെക്ക് പ്രൊഡ്യൂസ് ചെയ്യാറ്. ഇറ്റ് ഈസ് ക്യാൻസൽഡ് ബൈ ഡ്രോയിങ് 2 parallel lines across the check and writing the word cancelled between the lines. A cancelled check cannot be used to withdraw funds from your bank account or authorize other financial transactions. അടുത്തതാണ് 11ാമത്തെ, നമ്മുടെ ലാസ്റ്റ് ആണ് മ്യൂട്ടിലേറ്റഡ് ചെക്ക്. മ്യൂട്ടിലേറ്റഡ് ചെക്ക് എന്ന് പറഞ്ഞാൽ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഈ കീറിപ്പറഞ്ഞത് അല്ലെങ്കിൽ ചുക്കിച്ചുളിഞ്ഞത് ഉപയോഗിക്കാൻ പറ്റില്ല, അതാണ് മ്യൂട്ടിലേറ്റഡ് ചെക്ക്. എ ചെക്ക് വിച്ച് ഈസ് torn into pieces in such a way that its contents are not readable by banker. ഒരാൾക്ക് അത് വായിക്കാൻ പറ്റില്ല, അത്രയും ഇതായി കഴിഞ്ഞു, കീറിപ്പോയത്. അതല്ലെങ്കിൽ എന്താണ് ചുക്കി ചുളിഞ്ഞതിലോ അതൊക്കെ ആകെ കൂടെ പോയത്, അതൊക്കെ മ്യൂട്ടിലേറ്റഡ് ആണ്, നശിച്ചുപോയ ചെക്ക്. മ്യൂട്ടിലേറ്റഡ് ചെക്ക് ഈസ്, അപ്പൊ ശ്രദ്ധിക്കുക, മ്യൂട്ടിലേറ്റഡ് ചെക്ക് എന്താണ്, torn into pieces അല്ലെ. A mutilated check is a check that is torn or damaged to the point that it is no longer legible or cannot be processed by a bank. ആ ബാങ്കിന് അത് പ്രോസസ് ചെയ്യാൻ പറ്റില്ല, അത് നോക്കിയിട്ട് വായിക്കാൻ അവർക്ക് പറ്റാത്തൊരു അവസ്ഥ. അതാണ് മ്യൂട്ടിലേറ്റഡ് ചെക്ക്. എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. torn into pieces എന്ന് പറഞ്ഞാൽ അത് മ്യൂട്ടിലേറ്റഡ്
ചെക്കാണ്. നമ്മൾ ടൈപ്സ് ഓഫ് ചെക്ക് വരെയും പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഇത്രയും നിങ്ങൾ ഇന്ന് പഠിക്കുക. അപ്പൊ ഓക്കെ, താങ്ക് യു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇനി വീണ്ടും കാണാം. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.